ഈ ത്വരീഖത്താകട്ടെ, ശാദുലി ത്വരീഖത്താകട്ടെ, അതേ തിജാനി ത്വരീഖത്താകട്ടെ, ഒക്കെ ഒറിജിനലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഡ്യൂപ്ലിക്കേറ്റിനെ കുറിച്ചല്ല. ശരിയായ ദസൂഖി ത്വരീഖത്താകട്ടെ, അങ്ങനെ ഒറിജിനൽ ത്വരീഖത്തിന്റെ പേരിൽ പല തിരക്കുകളും ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. അതല്ല ഒറിജിനൽ ത്വരീഖത്തുകൾ. ആ ത്വരീഖത്തുകളുടെ മുഴുവൻ ശൈഖന്മാരുടെയും ശൈഖായ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ആ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യൻ ചോദിക്കുകയാണ്. ആ ചോദിച്ചപ്പോൾ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞ മറുപടിയെയാണ് മുനാഫിഖിന്റെ മറുപടിയായി. അതുപോലെ തന്നെ അതാ വിശ്വാസം പിഴച്ച ളാഹിറിന്റെ അലിമായി ചിത്രീകരിക്കുന്നത്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. ത്വരീഖത്തിന്റെ മുഴുവൻ മശായിഖന്മാരും അംഗീകരിക്കുന്ന റിസാലത്തുൽ ഖുശൈരിയിൽ നിങ്ങൾക്ക് കാണാം, വസഅല ഇബ്നു ശാഹീനിൽ ഇമാമൽ ജുനൈദ് അൻ മഅനാ മഅ എന്ന് ഖുർആനിൽ വന്ന, നേരത്തെ പറഞ്ഞില്ലേ മഅസാബിരീൻ മഅൽ മുഹ്സിനീൻ ഇന്നല്ലാഹ മഅനാ, ഇങ്ങനെയുള്ള മഅ കൂടെ എന്നാണ് ആ വാക്കിന്റെ നേരെ അർത്ഥം. ആ മഅ കൊണ്ട് എന്താണ് ഉദ്ദേശം? ഫഖാല, അപ്പൊ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, മഅ അല മഅനൈനി, അത് രണ്ടുദ്ദേശത്തിലാണ്. മഅൽ അംബിയായി, അല്ലാഹു തആല അംബിയാക്കളെ കൂടെയാണെന്ന് പറയുന്ന സ്ഥലത്ത്, ബിൻ നുസ്റതി വൽ കലാഅതി, അല്ലാഹുവിന്റെ സഹായമുണ്ടെന്നാണ്, അല്ലാഹുവിന്റെ സംരക്ഷണമുണ്ടെന്നാണ്. അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ഇന്നി മഅകുമാ അസ്മഉ വ അറാ, മൂസാ നബിയെ, ഹാറൂൻ നബിയെ, നിങ്ങളെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സംരക്ഷിക്കുമെന്നാണ്. ഫിർഔനിൽ നിന്ന് അല്ലാഹ് സഹായിക്കുമെന്നാണ് ഏത് രംഗത്തും. വമഅൽ ആമ്മതി, സാധാരണക്കാരുടെ കൂടെ അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബിൽ ഇൽമി വൽ ഇഹാതതി, അല്ലാഹ് അവരുടെ കാര്യം അറിയുന്നുണ്ട്. പടച്ച റബ്ബ് എല്ലാ നിലക്കും അവരെ സംബന്ധിച്ച് അറിവുള്ളവനാണ്. അത് അഹാത ബികുല്ലി ശൈഇൻ ഇൽമാ എന്ന് ഖുർആൻ തന്നെ വിവരിച്ചിട്ടുണ്ടല്ലോ. അത് ഈ കിതാബിലുള്ളതല്ല, ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. ഖാല അല്ലാഹു തആല വമാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഇബ്നു ശാഹീൻ റളിയല്ലാഹു അൻഹു, മിസ്ലുക യസ്ലഹു അൻ യകൂന ദാലൻ ലിൽ ഉമ്മത്തി അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ വിവരം കൊടുക്കാൻ നിങ്ങളെപ്പോലത്തവർ യോഗ്യനാണ്. കാരണം വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പൂർണ്ണമായി അല്ലാഹുവിന് കീഴ്പ്പെട്ടു എന്നവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അങ്ങനെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നൊരു ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടിയാണ് ഉഖ്റവിയായ ആലിമീങ്ങൾ ചെയ്യുന്നത്. ആ ഡ്യൂട്ടിക്ക് അനുയോജ്യമായ വ്യക്തിയാണ് താങ്കളെന്ന് ഇബ്നു ശാഹീൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അതിന് അല്ലാഹുവിന്റെ സഹായം, സംരക്ഷണം എന്നൊക്കെ അർത്ഥം പറയുമ്പോ അത് ലാഹിറിന്റെ ഉലമാ പറഞ്ഞ അർത്ഥമാണ്. അത് സ്വീകരിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തുപോകും, മുനാഫിഖാകുമെന്ന്. അതാ നൂരിസാ ത്വരീഖത്തുകാര് പ്രസംഗിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മുഴുവൻ ത്വരീഖത്തിനും എതിരല്ലയോ, മുഴുവൻ ഇമാമീങ്ങൾക്കും എതിരല്ലയോ? മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും പഠിപ്പിക്കുന്നു, വലാ യുതസവ്വറു ഫിൽ ഖയാലി വലാ യുഖദ്ദറു ഫിൽ ഉഖൂലി ലാ ജിഹത ലഹു വലാ മകാൻ. അല്ലാഹുവിന് ഭാഗമില്ല, സ്ഥലമില്ല. അങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു ത്വരീഖത്ത് വിവരിക്കുന്ന ഗ്രന്ഥത്തിൽ തന്നെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു ഒന്നിനോടും ഒട്ടി നിൽക്കുന്നവനല്ല, ഒന്നിലും ലയിച്ചു നിൽക്കുന്നവനല്ല, ഒന്നിന്റെയും ഭാഗമല്ല. അവനൊന്നിന്റെയും ഭാഗമല്ല, ഒന്നും അവന്റെ ഭാഗമല്ല എന്നല്ലേ പഠിപ്പിച്ചത്. പക്ഷേ അതിനെതിരായി ഒരു പുതിയ ആശയം, അല്ലാഹു ദാത്ത് കൊണ്ട് തന്നെ
മനുഷ്യരിൽ ഉണ്ടെന്നും സൃഷ്ടികളിൽ ഉണ്ടെന്നും സർവ്വ സൃഷ്ടികളിലും അള്ളാഹുവിന്റെ ദാത്ത് ലയിച്ചു കിടക്കുന്നുവെന്നും ഒരു പുതിയ വാദം, അത് ജഹ്മു ബിനു സഫ്വാൻ എന്ന് പറഞ്ഞ പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ വിശ്വാസങ്ങളെയും തകർക്കാൻ വേണ്ടി വന്ന ഒരു കടുത്ത മുബുത്തരി ഉണ്ടായിരുന്നു ഇമാമിങ്ങളെ കാലഘട്ടത്തിൽ. ആ മനുഷ്യന്റെ വാദമാണ് ഇപ്പോൾ അതാണ് ഒരു ശാത്വരീഖത്തുകാര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആരാണെന്ന് ഞാൻ പറയണോ? വഫാത്താകുന്ന സമയത്ത് അതാ നന്നായി പോയി കുളിച്ച് 3 കഷ്ണം തുണി കഫൻ ചെയ്യാൻ എടുത്തുകൊണ്ടുവന്ന് സഹീഹുൽ ബുഖാരി എന്നോട് കൂട്ടിപ്പിടിച്ച് 3 കഷ്ണം തുണിയും പൊതച്ചങ്ങ് കിടന്നിട്ട് മർഹബാ അഹ്ലം വസഹ്ലാ, മലക്കുൽ മൗത്തിന് സ്വാഗതം. മരണം കാത്തിരിക്കുന്നതിനിടയിൽ വഫാത്ത് സംഭവിച്ച ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി, ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഖവായിദുൽ ലഖായിദ് എന്ന കിതാബാണിത്. ഈ കിതാബിനെ സംബന്ധിച്ച് ഞാൻ വാഴക്കാട്ട് വെച്ച് ഖണ്ഡന പ്രസംഗം നടത്തുമ്പോ ഞാൻ അവിടെ വെച്ച് സംസാരിച്ചത് അതേ പല മുതഅല്ലിമീങ്ങളും കേട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ള പല ചെറുപ്പക്കാരും അന്നത്തെ എന്റെ ഖണ്ഡന പ്രസംഗം കേൾക്കാത്തവരായിരിക്കാം. അന്ന് ഞാൻ അതേ 5-8 പ്രാവശ്യം ഇതുപോലെ കിതാബുകൾ ഒന്നടങ്കം കൊണ്ടുവന്ന് വെച്ച് അതേ കിതാബുകൾ വെച്ച് 8 ഖണ്ഡനങ്ങൾ അന്ന് വാഴക്കാട്ട് നടത്തിയിരുന്നു. ആ ഖണ്ഡനത്തിൽ എന്റെ വിഷയം എന്തായിരുന്നു? അള്ളാഹുവിന് സ്ഥലമുണ്ടെന്ന് മുജാഹിദ് വാദിച്ചപ്പോ പടച്ചവൻ അർശിന്റെ മുകളിൽ കുത്തിരിക്കുകയാണ് എന്ന് മുജാഹിദിന്റെ അബ്ദുറഹ്മാൻ സലഫി വാദിച്ചപ്പോ അബ്ദുസ്സലാം സുല്ലമി അടക്കമുള്ള മുഴുവൻ മൗലവിമാരും അതിനെ അനുകൂലിച്ച് പ്രസംഗിച്ചപ്പോ ശബാബിലും അൽബനാറിലും എഴുതിയപ്പോ ഞാൻ ഇമാമിങ്ങളെ കിതാബുകൾ നിരത്തി വെച്ചിട്ട് പടച്ച റബ്ബ് അങ്ങനെ ഒരു കസേരയിൽ ഇരിക്കുന്നവനാണെന്ന് പറയരുത്. പടച്ച റബ്ബ് ലാ മകാന ലഹു, അവന് സ്ഥലമില്ല. കാരണം സ്ഥലങ്ങളൊക്കെ പടച്ചവൻ അള്ളയാണ്. അത് പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഉണ്ട്, ശേഷവും അള്ളയുണ്ട്. അവനൊരിക്കലും മാറ്റമില്ല. അതുകൊണ്ട് അള്ളാഹുവിന് ഒരു സ്ഥലം നോക്കി നിങ്ങൾ നടക്കണ്ട. അള്ള ഇന്ന സ്ഥലത്താണെന്ന് പറയണ്ട. എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു അങ്ങനെയും പറയണ്ട. ഇന്നതിൽ ലയിച്ചു കിടക്കുന്നു അങ്ങനെയും പറയണ്ട. ഒരു കസേരയിൽ ഇരിക്കുന്നു അങ്ങനെയും പറയണ്ട. അതൊക്കെ അബദ്ധജടിലമായ വാദങ്ങളാണെന്ന് പറഞ്ഞ് ഞാനന്ന് കിതാബുകളെ നിരത്തി വെച്ച് 8 ഖണ്ഡന പ്രസംഗങ്ങളാണെന്ന് ഞാൻ ഓർക്കുന്നു ഞാൻ നടത്തിയിരുന്നല്ലോ. അതിനുശേഷമല്ലേ സുഹൃത്തുക്കളെ മുജാഹിദിന്റെ പുളിക്കലിലെ സ്ഥാപനത്തിൽ ചേർന്നിട്ട് മുജാഹിദ് 2 പക്ഷമായി വിട്ടുപിരിഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിഞ്ഞ് മടവൂരിയും ജിന്നൂരിയും പല ജൂരികളും വന്നത്. എന്നാ ഞാൻ പറയട്ടെ, അന്നത്തെ ആ പ്രസംഗത്തിൽ ഞാൻ എതിർത്ത അതേ വിഷയം മറ്റൊരു വിധത്തിൽ ഇവിടെ ഇപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കിതാബുകൾ മുഴുവനും എടുത്തു വന്നത്. ഞാൻ പറയട്ടെ, അന്ന് മുജാഹിദിനെ നേരിട്ടത് പടച്ചവന് സ്ഥലമുണ്ടെന്ന് വാദിച്ചതിന്റെ പേരിലാണ്. ഇവിടെ നൂരിശക്കാരെ നേരിടുന്നതും പടച്ചവൻ എല്ലാ വസ്തുവിലും കിടക്കുന്നു. നമ്മളെ ശരീരത്തിലും പടച്ചവനുണ്ട്, എല്ലാ വസ്തുവിലും പടച്ചവനുണ്ട് എന്ന വാദം നൂരിശക്കാരുന്നയിച്ചപ്പോ അതിനെതിരാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ഫത്ഹുർ റബ്ബാനിയിലുള്ളത്, അതിനെതിരാണ് ഇമാം ഗസാലിയുടെ കിതാബിലുള്ളത്, അതിനെതിരാണ് ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളെ കിതാബിലുമുള്ളത്. അത് പറയലാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് പ്രചരിപ്പിക്കലാണ്, അതിനെതിരായി പ്രചരിപ്പിക്കലാണ് നൂരിശക്കാരെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനാണ്. ആ മഹാന്റെ കിതാബ് ഞാൻ അന്നവിടെ വായിച്ചിരുന്നു, തബീനു കദിബിൽ മുഫ്തരി. ഈ കിതാബ് മഹാനായ ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ കിതാബ് സുന്നത്ത് ജമാഅത്തുകാരനായ മുഴുവൻ പണ്ഡിതന്മാരും ഇതൊരാവർത്തി നോക്കണമെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഈ കിതാബിൽ മഹാനവറുകൾ ഒരു വലിയ ചരിത്രം ഉദ്ധരിച്ചു. പറയാൻ ഇവിടെ സമയമില്ല. അതേ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വിരോധി കഅബ ശരീഫിന്റെ സമീപത്ത് വന്ന അയാളെ ഗോഷ്ഠികൾ കണ്ടപ്പോ അബുൽ ഫത്ഹ് സാമി റളിയല്ലാഹു തആല അൻഹു വളരെ വിഷമത്തോടെ അതിൽ വേദനിച്ച് കിടക്കുമ്പോൾ കണ്ട ഒരു ചെറിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ കണ്ടത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അടക്കമുള്ള
ഇമാമിങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒരുമിച്ചുകൂടി അവരെ കിതാബുകൾ വായിച്ചു കേൾപ്പിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിനെതിരായി നീങ്ങുന്ന ഒരു മനുഷ്യൻ കുറച്ച് കടലാസും കയ്യിൽ പിടിച്ച് വന്നിരിക്കുന്നു. അവനും ഇമാമിങ്ങളെ ഹൽക്കയിലേക്ക് കടക്കുമ്പോ ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് അദ്ദേഹത്തെ കടലാസ് പിടിച്ച് വലിച്ചൊരേറ് കൊടുത്തിട്ട് പോടാ എന്ന് പറഞ്ഞങ്ങട്ട് പുറത്താക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് ഇമാമിങ്ങളൊക്കെ കിതാബ് വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നബി തങ്ങളെ സമീപത്തൊരു കിതാബുമായി ചെന്നു. എന്നോട് ചോദിച്ചെന്താ കയ്യിലുള്ളത്? എന്നോട് ഞാൻ പറഞ്ഞു ഇത് ഗസാലി ഇമാമിന്റെ കിതാബാണ്. ഈ ഇസ്താക്ക് ഏത് കിതാബാണ്? قلت يا رسول الله وقواعد العقائد الذي صنفه الغزالي ഗസാലി ഇമാം എഴുതിയ കിതാബാണ്. എന്നാൽ അതൊന്ന് വായിക്കൂ എന്നോട് നബി തങ്ങൾ പറഞ്ഞു. ഞാൻ അങ്ങനെ വായിച്ചു കിതാബ് ഖവാഇദുൽ അഖായിദ്. ആ കിതാബ് ഇങ്ങനെ വായിച്ച് അങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ച് ഞാൻ വായിച്ചു. അവൻ ഒരാളോടും തുല്യനല്ല. ولا تهويه الأقطار ولا تحيط به الجهات ولا تكتنف الأرضون والسماوات. ആകാശങ്ങളിലും ഭൂമികളിലും പരന്നു കിടക്കുന്നവനല്ല അവൻ. ആകാശങ്ങളിലും ഭൂമികളിലും അവനൊരു ഇടമില്ല. وأنه استوى على العرش على الوجه الذي قاله وبالمعنى الذي أراده استواء منزها عن المماسة والاستقرار والتمكن والحلول والانتقال لا يحمله العرش بل العرش وحملته محمولون بلطف قدرته ومقهورون في قبضته وهو فوق العرش وفوق كل شيء إلى تخوم الثرى فوقية لا تزيده قربا إلى العرش والسماء بل هو رفيع الدرجات إلى العرش كما أنه رفيع الدرجات عن الثرى وهو مع ذلك قريب من كل موجود وهو أقرب إلى العبيد من حبل الوريد وهو على كل شيء شهيد إذ لا يماثل قربه قرب الأجسام كما لا تماثل ذاته ذات الأجسام وأنه لا يحل فيه شيء ولا يحل فيه شيء تعالى عن أن يحبيه مكان كما تقدس عن أن يحده زمان كان قبل أن خلق الزمان والمكان وهو الآن على ما عليه كان. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. അല്ലാഹുവിനൊരു സ്ഥലമില്ല. അല്ലാഹു എല്ലാ സ്ഥലത്തുമാണെന്ന് ആകാശത്തിലും ഭൂമിയിലുമാണെന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു എല്ലായിടത്തും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു തആല അർശിന്മേൽ ഇസ്തിവായി. പക്ഷേ ആ ഇസ്തിവായിന്റെ മാന നമുക്കറിയില്ല. ഇങ്ങനെ തുടങ്ങി വിശദമായി ഇമാം ഗസാലി തങ്ങൾ എഴുതിയ വാചകങ്ങൾ വായിച്ചു കൊടുത്ത് അങ്ങനെ അങ്ങ് പോയിട്ട് അവസാനം രണ്ടാമത്തെ ഷഹാദത്തിന്റെ മാന പറയുമ്പോ അന്നഹു തആല ബഅഥൻ നബിയ്യൽ ഉമ്മിയ്യൽ ഖുറശിയ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിരിസാലതിഹി ഇലാ കാഫത്തിൽ അറബി വൽ അജമി വൽ ജിന്നി വൽ ഇൻസ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മദ്ഹ് അങ്ങ് പറയുമ്പോ നബി തങ്ങളുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണ്. അവിടെ അങ്ങെത്തിയപ്പോ റസൂലുള്ളാഹി ഒരൊറ്റ ചോദ്യമാണ്, ഐനൽ ഗസാലി, ഐനൽ ഗസാലി, ഗസാലി എവിടെ, ഗസാലി എവിടെ? ആ ഹൽഖയുടെ ഒരു ഭാഗത്ത് നിന്ന് ഗസാലി ഇമാം വരുന്നു. ഹാ അനദാ യാ റസൂലല്ലാഹ്, ഹാ അനദാ യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ ഉണ്ട് നബിയേ എന്ന് പറഞ്ഞു വരുന്നു. തഖദ്ദമ വസല്ലമ ഫറദ്ദ അലൈഹിൽ ജവാബ് വനാവലഹു യദഹുൽ അസീസ. വന്ന് സലാം പറഞ്ഞപ്പോ നബി തങ്ങൾ കയ്യങ്ങ് കൊടുത്തു ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്. يقبل يده ويضع خديه عليها تبركا به وبيده العزيزة المباركة. നബി തങ്ങളെ കൈപിടിച്ചതാ ഇമാം ഗസാലി തങ്ങൾ തുരുതുരാ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു, ബറക്കത്തെടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫമാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്തറ ഇസ്തിബ്ശാറൻ ബിഖറാഅത്തി അഹദി മിസ്ല മാ കാന ബിഖറാഅത്തി അലൈഹി ഖവായിദൽ അഖായിദി. ഈ കിതാബ് ഞാൻ വായിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ ഒരു സന്തോഷം പോലെ ഒരു സന്തോഷം ഒരു കിതാബ് വായിക്കുമ്പോഴും ഞാൻ അനുഭവിച്ചില്ല. അബുൽ ഫത്ഹ് സമീർ റളിയല്ലാഹു അൻഹു, അതേ സഹോദരന്മാരെ, മക്കയില് മസ്ജിദുൽ ഹറാമില് ഹിജ്റ 545 ശവ്വാൽ 14-ാം തീയതി ളുഹർ അസറിന്റെ ഇടക്ക് ഞായറാഴ്ച ദിവസം മസ്ജിദുൽ ഹറാമിൽ വെച്ച് കണ്ട ഒരു കാഴ്ചയാണത് എന്ന്
ഈ കിതാബിൽ എഴുതിയിട്ടുണ്ട്. ആ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഖവായിദുൽ അഖായിദില് അല്ലാഹു തആല ആകാശത്തും ഭൂമിയിലും എല്ലായിടത്തും ഉണ്ടെന്ന് പറയാൻ പറ്റൂല എന്ന് വിശദമായി രേഖപ്പെടുത്തുമ്പോ, അത് തന്നെ ഇമാം റാസി പറയുമ്പോ, അത് തന്നെ സൈദുദ്ദീൻ തഫ്സാനി പറയുമ്പോ, അത് തന്നെ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പഠിപ്പിക്കുമ്പോ, എല്ലാ ഇമാമിങ്ങളും ശൈഖന്മാരും ഇത് പറയുമ്പോ, അതിനെതിരെ പടച്ചവൻ എല്ലായിടത്തുമുണ്ടെന്ന് നൂരിഷാ തരീഖത്തിന്റെ ശൈഖ് എഴുതി പഠിപ്പിക്കുന്നു, ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നു. ഇത് സുന്നത്ത് ജമാഅത്തല്ല. ഞാനൊന്ന് വായിക്കട്ടെ തരീഖത്തിന്റെ പ്രാധാന്യം. ഗ്രന്ഥകർത്താവ് നൂറുൽ മശായിഖ് ഗസാലി ഇമാം പഠിപ്പിച്ചതിനെതിരെ, സർവ്വ ഇമാമിങ്ങളും പഠിപ്പിച്ചതിനെതിരെ ഇതിൽ പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടോളൂ. പരിശുദ്ധ ഖുർആനിന്റെ വിധികളുടെ അവസ്ഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ, അതായത് വിധി മനസ്സിലാക്കണേ തന്നെ ഒരു ശൈഖ് വേണമെന്നാണ് ആദ്യം പറയും, ഇങ്ങോട്ടും അതിന് ശേഷം പറയാൻ. പരിശുദ്ധ ഖുർആനിന്റെ വിധികളുടെ അവസ്ഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ഉൾസാരങ്ങളെ കുറിച്ച് എന്ത് പറയാനാണ്? ഇവർ ഈ ഖുർആന്റെ ഉള്ളെന്നിങ്ങ് പിടിക്കല സാരം, അങ്ങനെ ഉൾസാരം, ആ ഉൾസാരം അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നാണ്. ആ ഉൾസാരത്തെ പറ്റി എന്ത് പറയാനാണ്? എനിക്ക് കേട്ടോളി, ശരിക്കും മനസ്സിലായിക്കോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ അഖില വസ്തുവിന്റെയും കൂടെയുണ്ട്, എല്ലായിടത്തുമുണ്ട്, ഭൂമിയിലുമുണ്ട്, ആകാശത്തിലുമുണ്ട്. ഞാൻ ഹയാത്തുള്ളവനാണ്, ദർശിക്കുന്നവനുമാണ്. ഞാൻ അവലും ആദ്യമുള്ളവൻ, ആഖിറും അന്ത്യത്തിലുള്ളവൻ ആണ്. ഞാൻ ലാഹിറും പ്രത്യക്ഷൻ, ബാത്തിനും അപ്രത്യക്ഷൻ ആണ്. നിങ്ങൾ കേട്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നൂരിഷാ തരീഖത്തിന്റെ ശൈഖ് നൂറുൽ മശായിഖിന്റെ ബുക്ക് അവര് പ്രസിദ്ധീകരിച്ചാണ് വായിച്ചത്. ഇതിൽ പറഞ്ഞ എന്താ? ഖുർആന്റെ ഉൾസാരം മനസ്സിലാണെങ്കിൽ അവരെ ശൈഖിനെ തുടരണോന്നാ. എന്നിട്ട് എന്താ അള്ളാഹ് പറയുന്നതായിട്ട് ഇതിൽ പറഞ്ഞത്? ശരിക്കും കേട്ടോളി, ഒന്നുകൂടി വായിക്കാം. പരിശുദ്ധ ഖുർആനിന്റെ വിധികളുടെ അവസ്ഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ അതിലെ ഉൾസാരങ്ങളെ കുറിച്ച് എന്ത് പറയാനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ അഖില വസ്തുവിന്റെയും കൂടെയുണ്ട്, എല്ലായിടത്തുമുണ്ട്, ഭൂമിയിലുമുണ്ട്, ആകാശത്തിലുമുണ്ട്. ഞാൻ പറയുന്നു, ഇങ്ങനൊരായത്ത് അല്ലാഹുവിന്റെ ഖുർആനിലില്ല. ഇങ്ങനൊരായത്ത്, ഈ അർത്ഥം വരുന്നൊരായത്ത് അല്ലാഹുവിന്റെ ഖുർആനിലില്ല. ഇത് അല്ലാഹുവിന്റെ ഖുർആനിനെ സംബന്ധിച്ചില്ലാത്തത് പറഞ്ഞതാണ്. ഇങ്ങനൊരായത്ത് ഖുർആനിൽ കാണിച്ചു തരാൻ, ഈ അർത്ഥം വരുന്നൊരായത്ത് ഖുർആനിൽ കാണിച്ചു തരാൻ ലോകത്ത് ഏതെങ്കിലും ഒരു കാലത്ത് നൂരിഷാ തരീഖത്തിന്റെ ഏത് മുരീദിനോ ഖലീഫക്കോ ഏതെങ്കിലും ഒരു ശൈഖിനോ കഴിയുന്ന സമയത്ത് എന്നെ ടെലിഫോൺ ചെയ്തൊന്ന് പറയണേ. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരായത്ത് ഖുർആനിലില്ല. അങ്ങനെ അല്ലാഹ് പറഞ്ഞതായി ഖുർആനിലില്ലേ? ഇല്ല. ഇമാം ഗസാലി വെറുതെ പറഞ്ഞതല്ല, മുഹീദ്ദീൻ ശൈഖ് വെറുതെ പറഞ്ഞതല്ല. ഞങ്ങളെ ഇമാമിങ്ങൾ ഖുർആനിനെതിരെ പറയൂല. ഖുർആനിൽ അങ്ങനെ ഒരായത്ത് കാണിച്ചു തരാൻ ഏത് കാലത്താണ് നൂരിഷാ തരീഖത്തിന്റെ ശൈഖന്മാർക്ക് സാധിക്കുന്നത്? അന്നവരെ ഒന്ന് ടെലിഫോൺ ചെയ്യണം. 94 47 156 496. എന്തിന് അല്ലാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് പറയണം? ഞാൻ ഇല്ലാത്ത ഇബാറത്ത് വായിച്ചു എന്ന് ഇവിടെ വച്ച് സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ സ്ഥാപനത്തുനിന്ന് പഠിച്ചിട്ട് നൂരിഷാ തരീഖത്തിൽ പോയിട്ട് മഹാനായ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് ചുളിയാതെ നടക്കുന്നവൻ, കാറിൽ പോകുന്നവൻ എന്ന് വിമർശിച്ച ഒരു മുസ്ലിയാര്, അദ്ദേഹം കഴിച്ച ഭക്ഷണം മർക്കസിൽ നിന്നായിരുന്നു എന്ന് അദ്ദേഹം മറന്നുപോയി. അമല്ലം യസ്കുരിന്നാസ ലം യസ്കുരില്ല. അല്ലാഹുവിന് നന്ദി ചെയ്യാത്തവൻ ആരാണ്? ജനങ്ങൾക്ക് നന്ദി ചെയ്യാത്തവനല്ലേ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ വ്യക്തി ഞാൻ ഇല്ലാത്ത ഇബാറത്ത് വായിച്ചു എന്നിവിടെ വെച്ച് പ്രസംഗിച്ച CD എന്റെ കയ്യിലുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ വായിച്ച ഇബാറത്ത് ഇല്ലാത്തത് എന്താണെന്ന് അദ്ദേഹം എനിക്കൊന്ന് ടെലിഫോൺ ചെയ്തൊന്ന് എന്നോട് പറയണം. എന്റെ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ സുഹൃത്തുക്കളെ, ഞങ്ങളതിന്ന് വരെ പഠിച്ചിട്ടില്ല.
സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും അതിന്റെ ഖാദിമീങ്ങളായ ഞങ്ങളും ഇല്ലാത്തത് പറഞ്ഞു പഠിച്ചിട്ടില്ല. ഉള്ളതേ ജീവിതത്തിൽ ഇന്നുവരെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, ഇങ്ങനൊരായത്ത് പരിശുദ്ധ ഖുർആനിലില്ല. ഇതാണോ തരീഖത്ത്? ഇതിനാണോ മഹാനായ മുഹീദ്ദീൻ ശൈഖിന്റെ ഖാദിരിയ തരീഖത്തിന്റെ മഹാനായ ഖാജാ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി തങ്ങളുടെ ജിസ്തിയ തരീഖത്തിന്റെ പേര് കൊടുത്തത് ഇതിനാണോ? പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തത് അല്ലാഹുവിന്റെ പേരിൽ പറയുന്നതിനാണോ? അതാ തൗബ ചെയ്ത് മടങ്ങിക്കോ. അല്ലാഹ് പറയുന്നതൊന്ന് കേട്ടോ. വമൻ അളിലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ. അല്ലാഹുവിന്റെ മേൽ കളവ് പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? ലിയുദില്ലന്നാസ ബിഗൈരി ഇൽമിൻ. വിവരമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമം ചെയ്യുന്ന ജനങ്ങളെ അല്ലാഹ് മാർഗത്തിലാക്കൂല. പടച്ചവനെ കുറിച്ചില്ലാത്തത് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അക്രമം വേറെ എന്താണ് സുഹൃത്തുക്കളെ? പടച്ചവൻ എല്ലായിടത്തുമുണ്ടെന്ന ഈ വാദം, അതിന്റെ വക്താവാരാ? അത് ഒരു ഇമാമിങ്ങളും അല്ല. അതാരാ അതിന്റെ വക്താവ്? ബൈഹഖിന്റെ കിതാബ് എടുക്കുമോനെ. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അൽ ഇഅ്തിഖാദ്. ആരാണ് ഇമാം ബൈഹഖി? ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ഹിജ്റ 458 വഫാത്തായ 384 ജനിച്ച ശാഫിഈ മദ്ഹബിന്റെ മുഴുവൻ നിയമങ്ങൾക്കും ഹദീസ് തെളിവ് പറഞ്ഞ മഹാനായ ഇമാം ബൈഹഖി. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇമാം ഗസ്സാലി തങ്ങളെ കിതാബ് എടുത്തു നോക്കിയാലും, അതിനപ്പുറം അതാ മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബ് എടുത്തു നോക്കിയാലും, എന്തിനധികം പറയണം നവവി ഇമാമിന്റെ കിതാബ് നോക്കിയാലും, അവിടെ എല്ലാം ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ എത്ര നമുക്ക് കാണാൻ കഴിയും. ആ ഇമാം ബൈഹഖി അൽ ഇഅ്തിഖാദ്, അതേ വൽ ഹിദായത്ത് ഇലാ സബീലിർ റശാദ് അലാ മദ്ഹബിസ് സലഫി വാളിഹൻ ബിൽ ഹദീസ്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുൻഗാമികളായ സലഫു സാലിഹീങ്ങളുടെ ആശയം എന്താണെന്ന് ഹിദായത്തിന്റെ വഴി പഠിപ്പിച്ചുകൊണ്ട് വിശ്വാസം പഠിപ്പിക്കുന്ന കിതാബ് എന്ന പേരിൽ എഴുതിയ ഈ കിതാബിൽ മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഫീമാ കതബ്നാ മിനൽ ആയാതി. നമ്മൾ കുറെ ആയത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദലാലത്തുൻ അലാ ഇബ്താലി ഖൗലി മൻ സഹമ മിനൽ ജഹ്മിയ്യതി. ജഹ്ം ഇബ്നു സഫ്വാൻ എന്ന് പറഞ്ഞിട്ട് പിഴച്ചുപോയ ഒരു മുബ്തദി ഉണ്ടായിരുന്നു. ആ പുത്തൻവാദിയുടെ വാക്ക് വളരെ നിരർത്ഥകമായ തെറ്റായ വാക്കാണ് എന്നതിന് ഖുർആനിൽ പറഞ്ഞതിലൊക്കെ തെളിവുണ്ട്. എന്താണ് അയാൾ പറഞ്ഞ വാക്ക്? കേട്ടോളൂ. അന്നല്ലാഹ സുബ്ഹാനഹു വ തആല ബിദാതിഹി ഫീ കുല്ലി മകാൻ. അല്ലാഹു തആല അവന്റെ ദാത്തോടുകൂടെ തന്നെ എല്ലാ സ്ഥലത്തുമുണ്ട്. അത് തന്നെയല്ലേ നൂരിശക്കാരൻ പറഞ്ഞത്? ദാത്തടിസ്ഥാനത്തിൽ ദാത്തോടുകൂടി അല്ലാഹ് എല്ലായിടത്തുമുണ്ട്. ഈ വാദം ജഹ്ം ഇബ്നു സഫ്വാനിന്റെ വാദമാണ്. ആ വാദം തെറ്റാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞ മുഴുവൻ ആയത്തുകളും പഠിപ്പിക്കുന്നു. അന്നല്ലാഹ സുബ്ഹാനഹു വ തആല ബിദാതിഹി ഫീ കുല്ലി മകാൻ വ ഖൗലുഹു അസ്സ വ ജല്ല. അപ്പൊ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. നൂരിശക്കാരോന്ന ആയത്ത്, ആ ആയത്തിന്റെ ശരിയായ വ്യാഖ്യാനം ഇമാം ബൈഹഖി തങ്ങൾ പറയുന്നു, വഹുവ മഅകും ഐനമാ കുന്തും. അല്ലാഹ് നിങ്ങളെ കൂടെയുണ്ട്, നിങ്ങൾ എവിടെയാണെങ്കിലും എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നമാ അറാദ ബിഹി ബിഇൽമിഹി ലാ ബിദാതിഹി. അതുകൊണ്ട് ഉദ്ദേശം അല്ലാഹു തആല നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹ് വിവരങ്ങൾ അറിയുന്നുണ്ടെന്നാണ്. ലാ ബിദാതിഹി, അവന്റെ ദാത്ത് കൊണ്ട് നിങ്ങളെ കൂടെ ഉണ്ടെന്നല്ലേ അല്ല. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തുള്ള മുഴുവൻ ഇമാമീങ്ങളും പറഞ്ഞതിനെതിരെ മുജാഹിദുകൾ പറയുന്ന അതേ രൂപത്തിൽ ഇവരൊരു പുതിയ ആശയം കൊണ്ടുവന്നിരിക്കുന്നു. അല്ലാഹു ദാത്ത് കൊണ്ട് എല്ലായിടത്തുമുണ്ടെന്നൊരു വാദം. ഈ വാദം സർവ്വ ഇമാമീങ്ങളും പറഞ്ഞതിനെതിരാണ്, പരിശുദ്ധ ഖുർആനിനെതിരാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഖാദിരിയ തരീഖത്ത് കേൾക്കണോ? ഞാനൊരു ഖാദിരിയ തരീഖത്തുകാരനാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു, ഞാൻ ഖാദിരിയ തരീഖത്തുകാരനാണ്, ഞാൻ ശാഫിഈ മദ്ഹബുകാരനാണ്, ഞാൻ അശ്അരി മാർഗം സ്വീകരിച്ചവനാണ്. അത് പറഞ്ഞുകൊണ്ട് പറയട്ടെ, ഖാദിരിയ തരീഖത്ത് ഞങ്ങളിൽ നിന്ന് പഠിക്കൂ നൂരിശക്കാരേ.
എന്താ ഖാദിരിയ തരീഖത്ത്? തരീഖത്ത് പഠിച്ചവരിൽ നിന്ന് പഠിക്കൂ, തരീഖത്ത് അറിഞ്ഞവരിൽ നിന്ന് പഠിക്കൂ, തരീഖത്തിന്റെ മശായിഖന്മാരുമായി ബന്ധമുള്ളവരിൽ നിന്ന് പഠിക്കൂ. നിങ്ങൾ എന്തോ അറിവ് കേട് കൊണ്ടുവന്ന് തരീഖത്താണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തന്നാൽ ഞങ്ങളുടെ ശൈഖുൽ മശാരിഖ് വൽ മഗാരിബ് അൽ ഖുത്ബുർ റബ്ബാനി വൽ ഗൗസുസ് സമദാനി മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഞങ്ങളെ പൊരുത്തപ്പെടൂല. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പൊരുത്തപ്പെടാത്തത് ഞങ്ങൾ പറയൂല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കണം. അതെ, എന്നെ പേടിച്ചോരാരും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖാ അഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. ഞങ്ങൾ പിടിച്ച കയറതാണ്. ഞങ്ങൾ ഖാദിരിയ തരീഖത്തുകാരാണ്. ഖാദിരിയ തരീഖത്ത് ഞങ്ങൾ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ കിതാബ് നോക്കി വായിക്കട്ടെ. ഇത് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ സ്വന്തം കിതാബ് ഫത്ഹുർ റബ്ബാനിയാണ്. ഈ ഫത്ഹുർ റബ്ബാനിയിൽ മഹാനവർകൾ അതാ പറയുന്നു, ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് പറയുന്നു, ലാ യഖ്ഫാ അലല്ലാഹി ശൈഅ, അല്ലാഹ് അറിയാത്തൊരു സംഗതിയുമില്ല. ബിഐനിഹി മാ യതഹമ്മലുൽ മുതഹമ്മിലൂന മിൻ അജ്ലിഹി, ഏതൊരു വസ്തുവും വസ്തുനിഷ്ഠമായി അല്ലാഹുവിനറിയാം. എന്തിനു വേണ്ടി ഓരോന്നും സഹിക്കുന്നവർ സഹിക്കുന്നു, വഹിക്കുന്നവർ വഹിക്കുന്നു, അതൊക്കെ അല്ലാഹുവിനറിയാം. ഇസ്ബിറൂ മഅഹു സാഅതൻ, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ ഒരു സാഅത്ത് ക്ഷമിച്ചു നിൽക്കൂ. വഖദ് റഅയ്തും ലുത്ഫഹു വഇൻമാ അൻആമഹു സിനീന, നിങ്ങൾ അല്ലാഹുവിന്റെ ലുത്ഫും അവന്റെ അനുഗ്രഹവും ഒക്കെ അനുഭവിച്ചവരല്ലേ. അസ്വജാഅതു സബ്റു സാഅ, ഒരു മണിക്കൂർ ക്ഷമിച്ചു നിൽക്കലാണ് ധീരത. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹ് ക്ഷമിക്കുന്നവരെ കൂടെയാണ്. നൂർഷക്കാർ പറഞ്ഞ പോലെ ബിദ്ദാത്തി എന്നാ പറഞ്ഞത് അല്ല, അവനെന്താ പറഞ്ഞു? ബിൽ ഔനി ബിൻ നസ്രി വൽ വഫരി. ശരിക്കും മനസ്സിലാക്കണം. بالنصر والظفر وقد رأيتم لطفه وإنعامه سنين. السجاعة صبر ساعة എന്ന് പറഞ്ഞിട്ട് ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന ആയത്ത് പറഞ്ഞിട്ട് ആയത്തിന് വ്യാഖ്യാനം പറയുന്നു ബിന്നസ്രി വൽവഫരി, അല്ലാഹ് ക്ഷമിക്കുന്നവരുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ സഹായം കൊണ്ട് കൂടെയാണ്. അതേ, സംരക്ഷണം കൊണ്ടും വിജയം കൊടുക്കൽ കൊണ്ടും കൂടെയാണ്. അല്ലാഹ് ദാത്ത് കൊണ്ട് കൂടെയാണ് എന്നല്ല പറഞ്ഞത്. അതാ ഖാദിരിയ തരീഖത്ത്. അപ്പൊ ഖാദിരിയ തരീഖത്തിന്റെ പേരിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ജഹ്മു ബിൻ സഫ്വാനിന്റെ ആശയം കൊണ്ടുവന്ന് ഈ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ നോക്കണ്ട. ജഹ്മു ബിൻ സഫ്വാനിന്റെ ആശയം ഇവിടെ സുന്നത്ത് ജമാഅത്ത് എന്താണ്, തരീഖത്ത് എന്താണ്, ശരീഅത്ത് എന്താണ്, ഹഖീഖത്ത് എന്താണ്, അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ മാത്രം വലിയ വലിയ ആലിമീങ്ങളെ അള്ളാഹു സംഭാവന ചെയ്ത ഒരു പ്രദേശമാണ് കേരളം. അള്ളാഹുവേ, ഞങ്ങളുടെ മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, നൂറുൽ ഉലമ എംഎ ഉസ്താദ്, കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, ഒതുക്കുങ്ങൽ സുലൈമാൻ ഉസ്താദ്, പന്മള ഉസ്താദ് തുടങ്ങിയ ഞങ്ങളുടെ സർവ്വ ആലിമീങ്ങൾക്കും നീ ദീർഘായുസും ആഫിയത്തും നൽകണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, ഇത് കുട്ടിക്കളിയല്ല, ഇത് ദീനാണ്. ഇത്